നിതീഷ് കുമാറിന് ആരോ ഭക്ഷണത്തിൽ എന്തോ കലർത്തി കൊടുക്കുന്നുണ്ട്. പഴയ നിതീഷ് കുമാർ അല്ല ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, ജനങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല, പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുന്നില്ല. ഇങ്ങനൊരു നിതീഷ് കുമാറിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ജിതൻ റാമാഞ്ചി പറയാണ്, അദ്ദേഹം ഇപ്പോൾ വേറെ പാർട്ടിയാണ്, ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയോ അങ്ങനെ എന്തോ പറയും. നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്, അപ്പോൾ SIR പ്രഖ്യാപിക്കുന്നു ബീഹാറിൽ. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കകൾ വരുന്നു. അവിടെ വീണ്ടും BJP വരുമോ, JDU വരുമോ, അവരിൽ ആരായിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെന്ന ആശങ്ക ഉയരുന്നു. നമ്മൾ നോക്കുമ്പോൾ സപ്പോസ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP വന്നു എന്ന് കരുതുക. അപ്പോൾ ഇപ്പോഴും BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. JDUവിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുണ്ട്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ സീറ്റ് ഇത്തവണയുണ്ട്. ഇവർ തമ്മിൽ 4 സീറ്റിന് വ്യത്യാസമേ ഉള്ളൂ. 84 89 അങ്ങനെയാണ്. അവിടെ 120 സീറ്റിൽ BJP വരികയും ഒരു 60 സീറ്റിന് താഴേക്ക് JDU പോവുകയും ചെയ്തിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ താഴെ പോകുമായിരുന്നു. അതായത് നിതീഷ് കുമാറിന് വോട്ട് കുറയും, സീറ്റ് കുറയുകയും BJP വലിയ ഒറ്റകക്ഷിയായി അവർ കേവല ഭൂരിപക്ഷം ലഭിച്ചെന്നോ അല്ലെങ്കിൽ ചെറിയ മാർജിനില്ലാതെ നഷ്ടപ്പെട്ടു എന്ന് കരുതുക, കേന്ദ്രത്തിൽ സർക്കാർ വീഴുമായിരുന്നു. ഇനി JDU ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടുകയും BJPയുടെ ടാലി കുറയുകയും ചെയ്തിരുന്നെങ്കിൽ, എന്നിട്ട് രണ്ടുപേരും അധികാരത്തിൽ വന്നാലും JDU അവിടെ BJPയുമായിട്ട് സ്പ്ലിറ്റ് ആവുകയും കേന്ദ്രത്തിൽ ഭരണം പോകും. വിൻ വിൻ സിറ്റുവേഷനിൽ അതായത് JDU പോവുകയും ചെയ്യരുത്, BJP പിന്തുണയിൽ നിൽക്കുകയും വേണം, കേന്ദ്രത്തിൽ ഭരണം നിൽക്കണം എന്ന റിസൾട്ടാണ് ബീഹാറിൽ വന്നത്. 84 89 പറഞ്ഞതാണ്. നിതീഷ് കുമാറിന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തെങ്കിലും നിരാശയുണ്ടായോ? ഇല്ല. 84 സീറ്റുണ്ട്. അധികം പുറയല്ല BJPക്ക് ഭരണത്തിൽ നിൽക്കാൻ പറ്റില്ല, പറ്റും. കാരണം 4 സീറ്റ് കൂടുതലാണ്. കേന്ദ്രത്തിൽ നിന്ന് നിതീഷ് പിന്തുണ പിൻവലിക്കുകയില്ല. ഇനി BJPയെ സംബന്ധിച്ചെന്താണ്, BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യമാണ്. പക്ഷേ നിതീഷ് കുമാറിനെ പിണക്കാൻ പറ്റില്ല, കേന്ദ്രത്തിൽ ഭരണം നിലനിർത്തേണ്ടതാണ്. മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. 4 മാസം കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാറിൻ്റേതല്ല എന്ന് ഉറപ്പുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് ട്വിറ്ററിലുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെയല്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. നിതീഷ് കുമാർ സാധാരണ പ്രയോഗിക്കുന്ന വാക്കുകളെയല്ല അത്. ഞാൻ നിയമനിർമ്മാണ സഭകളുടെ എല്ലാ സഭകളിലും ഇരുന്നിട്ടുണ്ട്, MLC ആയിരുന്നിട്ടുണ്ട്, MLA ആയിട്ടിരുന്നിട്ടുണ്ട്, MP ആയിട്ടിരുന്നിട്ടുണ്ട്. ഞാൻ ഇനി പോകാത്ത രാജ്യസഭ മാത്രമേ ഉള്ളൂ, അവിടെയും കൂടി പോകണമെന്ന്. എന്തൊരു വിചിത്രമായ വാദമാണത്. എനിക്ക് അവിടെ കൂടിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്യുകയാണ്. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണെന്ന് പറയാൻ കഴിയില്ല.